जल्दी पैक कर दो। നിങ്ങൾ ചെയ്ത എല്ലാ തെറ്റുകൾക്കും ഞാൻ കൂട്ടുന്നു. പക്ഷെ ഈ കൂട്ടക്കൊല എനിക്ക് പങ്കില്ല. നമ്മൾ ആരും ഇതിൽ പങ്കാളികളല്ല. പ്രസാദാണ് ഇതെല്ലാം ചെയ്തത് എന്ന് പോലീസിനെ ധരിപ്പിക്കണമെങ്കിൽ പ്രസാദിന്റെ കുടുംബത്തിലെ ഒരാളെ പോലും പോലീസ് കണ്ടുപോകും. അവരുടെ ശവം പോലും. അയ്യോ, അത് മാത്രം എന്നോട് പറയരുത്. ഞാനത് ചെയ്യില്ല. നീ അത് ചെയ്തേ പറ്റൂ. നിന്റെ മകളെ വേണമെങ്കിൽ. ഒന്നും പറയണ്ട. എത്രയും വേഗം നീ അവരെ കൊല്ലുന്നുവോ അത്രയും വേഗത്തിൽ നിനക്ക് നിന്റെ മകളെ തിരിച്ചു കിട്ടും. എന്തു പറയുന്നു? നീ പോകുന്നു അതോ ഞാൻ എന്റെ ആളെ അയക്കണോ? വേണ്ട, ഞാൻ പോകാം. ശരി. തിരിച്ച് നീ നിന്റെ വീട്ടിലേക്ക് വന്നാൽ മതി. ഞാനവിടെ ഉണ്ടാവും. എങ്ങനെയും രക്ഷപ്പെട്ടു. എന്റെ അമ്മ ഗോവിന്ദ, ഗോവിന്ദ, മിസ്റ്റർ പ്രസാദ്, യു ആർ അണ്ടർ അറസ്റ്റ്. നിങ്ങൾ പറഞ്ഞ എല്ലാം ഞാൻ ചെയ്തു കഴിഞ്ഞു. ഇനിയെങ്കിലും എന്റെ മോനെ എനിക്ക് വിട്ടു തന്നുകൂടെ? സെൻട്രി ഗോവിന്ദനെ കുത്തിയതടക്കം പ്രസാദിന്റെ ഈ ചെയ്തികൾക്കെല്ലാം ഏക സാക്ഷി നീയാണ്. അല്ല, ഞാനല്ല. ശരിയായിരിക്കാം, പക്ഷേ കോടതിയിൽ സാക്ഷി നീയായിരിക്കും. നിന്റെ മകളുടെ രക്ഷ ഓർത്തെങ്കിലും നീ കോടതിയിൽ പ്രസാദിനെതിരെ സാക്ഷി പറഞ്ഞു തീരൂ. ചേക്കാൾ, എന്റെ മോനെ ഒന്നും ചെയ്യരുത്. നിങ്ങൾക്ക് വേണ്ടി ഇതുകൂടെ ഞാൻ ചെയ്യാം. വെരി ഗുഡ്. എങ്കിൽ സാക്ഷി വിസ്താരത്തിന് ശേഷം നീ നേരെ കശ്മീരിൽ വരിക. അവിടെ എന്റെ ഹോട്ടലുണ്ട്, ലേക്ക് വ്യൂ. അവിടുത്തെ പ്രധാന കുക്കിന്റെ വീട്ടിൽ നിന്റെ മകൾ സുരക്ഷിതയായിരിക്കും. കശ്മീരിലോ? അതെ. അത് മാത്രമല്ല, അവിടെ വന്നാൽ ഉടനെ ബാങ്കുകളിൽ നിന്റെ വിഹിതം അവിടെ വെച്ച് തരികയും ചെയ്യും. इस चौकी को गाड़ी में जल्दी बिठाओ.
അന്ന് രാത്രി ഞാൻ മിസ്റ്റർ പ്രസാദിനെ ഫോണിൽ വിളിച്ചിട്ടില്ല. That's all, my lord. സെൻട്രി ഗോവിന്ദനെ പ്രസാദ് സാർ തോക്കുകൊണ്ട് വെടിവെക്കുന്നത് ഞാൻ കണ്ടതാണ്. ഞാൻ ഓടിച്ചെന്ന് തോക്ക് പിടിച്ചു മാറ്റി. എന്നെ ചവിട്ടി വീഴ്ത്തി കത്തി കൊണ്ട് വെട്ടി. ആ പാടാണിത്. പിന്നീട് എനിക്ക് ബോധമുണ്ടായിരുന്നില്ല. നിങ്ങളുടെ ഭാര്യയും കുഞ്ഞുങ്ങളെയും കൊന്നുവെങ്കിൽ ആ ശവത്തോടെ തെളിവുകൾ പരിശോധിച്ചതിൽ നിന്നും പ്രതി പ്രസാദ് ബാങ്ക് സെൻട്രി ഗോവിന്ദനെ കൊല ചെയ്താണ് ബാങ്ക് കവർച്ച ചെയ്തതെന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ആയതിനാൽ പ്രതി പ്രസാദിനെ 300 വകുപ്പ് അനുസരിച്ച് ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിക്കുവാൻ കോടതി ഉത്തരവായിരിക്കുന്നു. ഞാൻ വരുന്നവരെ വീട് സൂക്ഷിക്കണം. ശരി മുതലാളി. മേൻ എങ്ങോട്ടാ പോയത്? ട്രിവാൻഡ്രം മെയിലിന് സാറ് മദ്രാസിലേക്ക് പോയതാണ്. ട്രിവാൻഡ്രം മെയിൽ? അതെ. എവിടാ എന്റെ കുടുംബം തകർത്ത വാസവും കൂട്ടരും? എനിക്കറിയില്ല. നിനക്കറിയില്ല. എവിടാ എന്റെ കുഞ്ഞുങ്ങൾ? നിനക്കറിയില്ലേ? ഇവിടെ വാസവും കൂട്ടരും. ഇനി എന്നെ ഒന്നും ചെയ്യല്ലേ. എല്ലാം ഞാൻ പറയാം. അവരെല്ലാം കാശ്മീരിലുണ്ട്. കാശ്മീർ? അതെ, വർഷങ്ങളായിട്ട് വാസവും കൂട്ടരും കാശ്മീരിലാണുള്ളത്. എടാ, എന്റെ കുടുംബം നശിപ്പിച്ച നിന്നോടെല്ലാം പകരം വീട്ടാണാടാ ഞാൻ ഇത്രയും കാലം ജീവിച്ചിരുന്നത്.